ക്ലാസ്സിലേക്ക് സ്വാഗതം. 2026 വരാൻ പോകുന്ന SSC RRB എക്സാമുകൾക്ക് സ്ട്രാറ്റജിക് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റഡ് ഫാക്റ്റുകളുമാണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റജിക് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് നല്ലൊരു മാർക്ക് നമുക്ക് വരുന്ന എക്സാമുകൾക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു 5 ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു കഴിഞ്ഞു. 6ാമത്തെ ക്ലാസ്സായി ഇന്നത്തെ ക്ലാസ്സിൽ 2026 നടന്ന എക്സാംസിന് ഈ സ്ട്രാറ്റജിക് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പ്രീവിയസ് ഇയർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസും അതുപോലെ എന്നാൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസും ഈ എക്സാമിന് ചോദിച്ച് കണ്ടു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്റ്റുകളും പഠിക്കാം. വീണ്ടും ഞാൻ പറയുന്നു, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. Which folk music form of Uttar Pradesh is traditionally sung during the monsoon season by women? അതായത് ഉത്തർപ്രദേശില് മൺസൂൺ സീസണില് വുമൺ പാടുന്ന സോങ് ഏതാണ്? ഉത്തർപ്രദേശില് മൺസൂൺ സീസണില് അവിടുത്തെ വുമൺ പാടുന്ന ഫോക്ക് മ്യൂസിക് ഫോം ഏതാണ്? ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ കാജിരിയാണ് കേട്ടോ. അപ്പൊ കാജിരി എന്ന് പറയുന്ന ഫോക്ക് മ്യൂസിക് ഫോം ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഉത്തർപ്രദേശ്. വീണ്ടും അറിയുക, ഉത്തർപ്രദേശില് മൺസൂൺ സീസണില് അവിടുത്തെ വുമൺ പാടുന്ന ഫോക്ക് മ്യൂസിക് ആണ് ഏതെന്ന് പറയുന്നത് കാജിരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ വീണ്ടും ഇവിടുന്ന് ഓർത്തിരിക്കേണ്ടത് നമ്മുടെ ചെയ്തി എന്ന് പറയുന്ന ഫോക്ക് മ്യൂസിക്, അതുപോലെ ദോല എന്ന് പറയുന്ന ഫോക്ക് മ്യൂസിക്, അതുപോലെ ബിരഹ എന്ന് പറയുന്ന ഫോക്ക് മ്യൂസിക് കേട്ടോ. ചെയ്തി, ദോല, ബിരഹ ഈ ഫോക്ക് മ്യൂസിക്കുകളൊക്കെ എവിടെയാണ്? ഉത്തർപ്രദേശിലുള്ള ഫോക്ക് മ്യൂസിക് ആണ് കേട്ടോ. ഇതില് ബിരഹയാണെങ്കിൽ ബീഹാറിലും പാടുന്നുണ്ട്. ഓക്കെ, ഉത്തർപ്രദേശിൽ നിന്നുള്ള ഫോക്ക് മ്യൂസിക്കുകൾ മറ്റ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ചെയ്തിയും ദോലയും അതുപോലെ തന്നെ ബിരഹയുമാണ്. അപ്പൊ ഇങ്ങനെ ഓർത്തിരിക്കുക, ഉത്തർപ്രദേശില് മൺസൂൺ സീസണില് അവിടുത്തെ വുമൺ പെർഫോം ചെയ്യുന്ന സോങ് അല്ലെങ്കിൽ അവിടുത്തെ വുമൺ പാടുന്ന സോങ് അതാണ് ഏതെന്ന് പറയുന്നത് കാജിരി എന്ന് പറയുന്നത്. ഒപ്പം അറിഞ്ഞിരുന്നോളുക, ചെയ്തി അതുപോലെ ദോല അതുപോലെ തന്നെ ബിരഹ. ഓക്കെ, ചെയ്തി, ദോല, ബിരഹ ഇതൊക്കെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഉത്തർപ്രദേശിലാണ്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ നോക്കാം അല്ലെ. ബാട്ടിയാലി ഡാൻസ് ഫോം ബാട്ടിയാലി ഫോക്ക് മ്യൂസിക്. ബാട്ടിയാലി ഫോക്ക് മ്യൂസിക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ വെസ്റ്റ് ബംഗാളിൽ കേട്ടോ. അടുത്ത എക്സാമിന് ചിലപ്പോൾ ഡയറക്റ്റ്ലി ഈ ഓപ്ഷനിലുള്ള ബാട്ടിയാലി മ്യൂസിക് ഫോം ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ അതറിയുക, ബാട്ടിയാലി മ്യൂസിക് ഫോം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ എവിടെയാണ്? വെസ്റ്റ് ബംഗാളിൽ. ലാവണി മ്യൂസിക് ഫോം ആയിട്ടും ഡാൻസ് ഫോം ആയിട്ടും പറയാറുണ്ട്. ഡാൻസ് ഫോംസിൽ ഓൾറെഡി നമ്മൾ പഠിച്ചതുമാണ് മുന്നത്തെ ക്ലാസ്സുകളിൽ. ലാവണി ഡാൻസ് ഫോം എവിടെയാണ് അല്ലെങ്കിൽ ലാവണി മ്യൂസിക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മഹാരാഷ്ട്രയിലുമാണ്. അടുത്തെന്ന് പറയുന്നത് മാണ്ട് ആണ് കേട്ടോ. ഏതാണ്? മാണ്ട്, MAAND. ഓക്കെ, ഈ മാണ്ട് എന്ന് പറയുന്ന ഫോക്ക് മ്യൂസിക് അത് ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ രാജസ്ഥാനുമാണ്. അപ്പൊ ഒന്ന് ആലോചിച്ചോക്കെ, ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത 4 ഫാക്റ്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ടോട്ടലി 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യനിലൂടെ കവർ ചെയ്യുകയാണ്. ഇങ്ങനെ ഓർത്തോളുക, അതായത് ഉത്തർപ്രദേശില് വുമൺ മൺസൂൺ സീസണില് പാടുന്ന സോങ് ആണ് ഏതെന്ന് പറയുന്നത് കാജിരി എന്ന് പറയുന്നത്. അപ്പൊ കാജിരി ഫോക്ക് മ്യൂസിക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഉത്തർപ്രദേശിലാണ്. ഈ ഉത്തർപ്രദേശിൽ തന്നെ മറ്റു ഫോക്ക് മ്യൂസിക്കുകളാണ് ചെയ്തി, അതുപോലെ ദോല, അതുപോലെ ബിരഹ കേട്ടോ. ഏതൊക്കെയാണ്? ചെയ്തി, ദോല, അതുപോലെ ബിരഹ. ഓർക്കുക, ബാട്ടിയാലി എന്ന് പറയുന്ന ഫോക്ക് മ്യൂസിക് അതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ വെസ്റ്റ് ബംഗാളിലാണ്. ലാവണി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മഹാരാഷ്ട്രയിലാണ്. മാണ്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ രാജസ്ഥാൻ കേട്ടോ. മാണ്ട് എവിടത്തെ ഫോക്ക് മ്യൂസിക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ രാജസ്ഥാനിലെയാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പർലി ഓർത്തിരിക്കുക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇത് ഓൾറെഡി മറ്റൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. Which famous Indian classical singer was awarded Bharat Ratna in 1998 for her contribution to Carnatic music? കർണാടിക് മ്യൂസിക്കിലുള്ള തന്റെ കോൺട്രിബ്യൂഷന് 1998 ഭാരത് രത്ന ലഭിക്കുന്ന ഇന്ത്യൻ ക്ലാസിക്കൽ സിംഗർ ആരാണ്? ഇവിടെ ഓൾറെഡി എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഭാരത് രത്ന ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ മ്യൂസിഷ്യൻ ആരാണെന്ന് മുന്നേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു.
MS സുബ്ബലക്ഷ്മി തന്നെയാണ്. ഇനി വീണ്ടും ഇങ്ങനെ കൂടി ക്വസ്റ്റ്യൻ വന്നു, MS സുബ്ബലക്ഷ്മിക്ക് ഭാരതരത്ന ലഭിക്കുന്ന വർഷം. ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 1998. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ രണ്ട് ഫാക്റ്റുകൾ മുന്നത്തെ നടന്ന എക്സാമിന്റെ ആൻസേഴ്സ് ആയിരുന്നു. ദാറ്റ് മീൻസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് MS സുബ്ബലക്ഷ്മിക്ക് ഭാരതരത്ന ലഭിക്കുന്ന വർഷം. എന്നാ 1998 MS സുബ്ബലക്ഷ്മി ഏത് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? കർണാടിക് മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. കേട്ടോ, MS സുബ്ബലക്ഷ്മി ഏത് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കർണാടിക് മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. MS സുബ്ബലക്ഷ്മിക്ക് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1998 ഭാരതരത്ന ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ മ്യൂസിഷ്യൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ MS സുബ്ബലക്ഷ്മിയാണ്. ആരാണ്? MS സുബ്ബലക്ഷ്മി. കഴിഞ്ഞില്ല, ഇങ്ങനെ കൂടി കാര്യങ്ങൾ ഓർക്കുക. ഈ MS സുബ്ബലക്ഷ്മി ബോൺ ചെയ്തത്, ജനിച്ച പ്ലേസ് എവിടെയാണെന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. MS സുബ്ബലക്ഷ്മി ജനിച്ച പ്ലേസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മധുരയിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് കൃത്യമായിട്ട് ഓർത്തോണേ. അതായത് MS സുബ്ബലക്ഷ്മിക്ക് ഭാരതരത്ന ലഭിക്കുന്ന വർഷം 1998. ഭാരതരത്ന ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ മ്യൂസിഷ്യൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസറും MS സുബ്ബലക്ഷ്മി തന്നെയാണ്. MS സുബ്ബലക്ഷ്മി കർണാടിക് മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. MS സുബ്ബലക്ഷ്മി ജനിച്ച പ്ലേസ് എവിടെയാണെന്ന് അറിയുക, അത് മധുരയിലാണ്. ഇത്രയും ഫാക്റ്റുകൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്തോണം? ഓർത്തു വെച്ചേക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ആണ് ഏതെന്നറിയാം? ഭാരതരത്ന എന്നറിയാം അല്ലെ. അപ്പൊ നമ്മുടെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ആയിട്ടുള്ള ഭാരതരത്ന അവാർഡ് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം അറിയുക, 1954. കേട്ടോ, നമ്മുടെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ആയിട്ടുള്ള ഭാരതരത്ന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം എന്താണെന്ന് അറിയുക, അത് 1954 അറിയുക. ഓക്കെ, അപ്പോ ഭാരതരത്ന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം പറഞ്ഞു എന്നാണ് 1954 പറഞ്ഞു. ആ ഭാരതരത്ന ലഭിക്കുന്ന ആദ്യത്തെ മ്യൂസിഷ്യൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? MS സുബ്ബലക്ഷ്മി. MS സുബ്ബലക്ഷ്മിക്ക് ഭാരതരത്ന ലഭിക്കുന്ന വർഷം ഇപ്പൊ നമുക്കറിയാം എന്നാണ് 1998. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. കേട്ടോ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ, അതായത് 2026 വരാൻ പോകുന്ന SSC എക്സാമുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് നമ്മുടെ ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, 2026 ഇതുവരെ നമ്മുടെ SSCയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് നമ്മുടെ സ്റ്റെനോഗ്രാഫറിന്റെയും അതുപോലെ ഫേസ് 14ന്റെയും എക്സാമിന്റെ നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞു. ഇനി നമ്മുടെ CGL, CSL, MDS ഈ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഇനി വരാനുണ്ട്. അപ്പോ എക്സാംസിന് ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഈ കോഴ്സിൽ നിങ്ങൾക്ക് ലൈവുകളായിട്ടായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഫാക്കൽറ്റീസുമായിട്ട് ഡൗട്ട് ഒക്കെ ചോദിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാനായിട്ട് പറ്റും. ഇനി ഒരു പക്ഷേ ലൈവ് ക്ലാസ് കാണാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ റെക്കോർഡ് വെർഷൻസും അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അത് മാത്രമല്ല, ഒരു വീക്കിന്റെ എൻഡിൽ ഉണ്ടല്ലോ, തൊട്ടടുത്ത വീക്കിൽ വരുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ടൈം ടേബിൾ പോലെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഫോം ചെയ്ത് ആ ഗ്രൂപ്പിലൂടെ നിങ്ങളെ അറിയിക്കും. സോ ഒരു ദിവസം നിങ്ങൾക്ക് 2 to 3 ക്ലാസ് ആണോ, എത്ര ക്ലാസ്സുകളാണ് വരുന്നത്, ആ ക്ലാസ്സുകളുടെ ടൈം ഷെഡ്യൂൾ എപ്പോഴൊക്കെയാണ്, ഈ കാര്യങ്ങൾ പ്രോപ്പർലി ഒരു 1 വീക്ക് മുന്നേ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ അറിയുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർലി നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്ത് ക്ലാസ്സുകൾ ലൈവായിട്ട് തന്നെ കാണാനായിട്ട് പറ്റും. ഇനി നിങ്ങളെ പഠിത്തത്തിൽ കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഏറ്റവും, അതായത് ലേറ്റസ്റ്റ് നമ്മുടെ എക്സാം പാറ്റേൺ അനുസരിച്ച് തന്നെയുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. സോ പ്രോപ്പറായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ ഈ നമ്പറിലുള്ള 8075753676 അതുപോലെ 7012615062 ഇതിലേതെങ്കിലും ഒരു നമ്പറിൽ എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. കേട്ടോ, താഴെ 2 നമ്പർ ഉണ്ട്. ആ 2 നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. അതാ നോക്കേ, വിച്ച് award did Pandit Hariprasad Chaurasia received in 1992 for his contribution to Indian music? Okay, 2026 നടന്ന നമ്മുടെ ഗ്രാജുവേറ്റ് എക്സാം ചോദിച്ചു, NTPC ഗ്രാജുവേറ്റ് എക്സാം ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരാസിയ 1992 ഏത് അവാർഡാണ് ലഭിക്കുന്നത്? ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇതിന് മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ 5 ക്ലാസ്സുകളിൽ ഏതോ ക്ലാസ്സിൽ കണക്റ്റഡ് ഫാക്റ്റ് ആയിട്ട് നമ്മൾ ഈ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയുക, പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരാസിയക്ക് 1992 ലഭിച്ചിട്ടുള്ള അവാർഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരാസിയ ഏത് ഇവന്റുമായിട്ട് അല്ലെങ്കിൽ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചെങ്കിൽ അതിന് ആൻസർ ഫ്ലൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു പേര് പറയാം, ബാൻസുരി എന്ന് പറയാം. കേട്ടോ,
അതായത് ബാംബു ഫ്ലൂട്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? ബാൻസുരി എന്ന് പറയുന്നത്. കേട്ടോ, ബാംബു ഫ്ലൂട്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? ബാൻസുരി എന്ന് പറയുന്നത്. പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരാസിയ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്താൽ അതിന് ആൻസർ ഫ്ലൂട്ട്, അല്ലെങ്കിൽ എന്ന് പറയാം ബാൻസുരി എന്ന് പറയാം. ബാംബു ഫ്ലൂട്ട് ആണ് ബാൻസുരി. അപ്പോൾ ഉണ്ടല്ലോ 2023 ഒരു CHSL എക്സാമിന് ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു, ഫ്ലൂട്ട് ഇൻസ്ട്രുമെന്റിന്റെ മറ്റൊരു പേര് എന്താണ്? ബാൻസുരി എന്നാണ്. അപ്പോ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഹരിപ്രസാദ് ചൗരാസിയ ഫ്ലൂട്ട് അല്ലെങ്കിൽ ബാൻസുരി ഇൻസ്ട്രുമെന്റുമായി റിലേറ്റ് ചെയ്യും. ഈ ഹരിപ്രസാദ് ചൗരാസിക്ക് 1992 ലഭിക്കുന്ന അവാർഡ് എന്ന് പറയുന്നത് പത്മഭൂഷൺ ആണ്. ഓക്കെ, ഹരിപ്രസാദ് ചൗരാസിക്ക് 1992 ലഭിക്കുന്ന അവാർഡ് ഏതാണ്? പത്മഭൂഷൺ. Then after 8 years 2000 പത്മവിഭൂഷണം ആർക്ക് ലഭിക്കുന്നു? ഹരിപ്രസാദ് ചൗരാസിക്ക് ലഭിക്കുന്നു. ഹരിപ്രസാദ് ചൗരാസിയ ഏത് ഇൻസ്ട്രുമെന്റുമായി റിലേറ്റ് ചെയ്യുന്ന അതിന്റെ ആൻസർ ഫ്ലൂട്ട് അല്ലെങ്കിൽ ബാൻസുരി എന്ന് പറയാം. ഈ ഹരിപ്രസാദ് ചൗരാസിക്ക് 1992 പത്മഭൂഷണം, 2000 പത്മവിഭൂഷണം ലഭിക്കുന്നു. ഹരിപ്രസാദ് ചൗരാസിയ ഫ്ലൂട്ടുമായി റിലേറ്റ് ചെയ്യുന്നു പറഞ്ഞു. പൈനിയർ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഫ്ലൂട്ട് എന്നറിയപ്പെടുന്നത് അമൽ ജ്യോതി ഘോഷിനെയാണ്. കേട്ടോ, പൈനിയർ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഫ്ലൂട്ട് എന്നറിയപ്പെടുന്നത് അമൽ ജ്യോതി ഘോഷ്. അമൽ ജ്യോതി ഘോഷ് ഈസ് ഓൾസോ നോൺ ആസ് പന്നലാൽ ഘോഷ്. കേട്ടോ, അമൽ ജ്യോതി ഘോഷിനെയാണ് ഏത് പേരിലും അറിയപ്പെടുന്നത്? പന്നലാൽ ഘോഷ് എന്ന് പറയുന്ന പേരിലും അറിയപ്പെടുന്നത് അമൽ ജ്യോതി ഘോഷിനെയാണ്. ഇത് കൂടാതെ കുറച്ച് ഒരു 2-3 ആൾക്കാരുടെ പേരുകൂടി നമുക്ക് പഠിക്കാം. സിക്കിൽ മാല ചന്ദ്രശേഖർ. കേട്ടോ, ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വരും? ഏതാ? ഫ്ലൂട്ട് ആണ്. കേട്ടോ, അപ്പൊ സിക്കിൽ മാല ചന്ദ്രശേഖർ. ഓക്കെ, സിക്കിൽ മാല ചന്ദ്രശേഖർ. അതുപോലെ തന്നെ രാജേന്ദ്ര കുലകർണി. സിക്കിൽ മാല ചന്ദ്രശേഖർ, രാജേന്ദ്ര കുലകർണി, TR മഹാലിംഗം. കേട്ടോ, സിക്കിൽ മാല ചന്ദ്രശേഖർ, രാജേന്ദ്ര കുലകർണി, TR മഹാലിംഗം. ഓക്കെ, സിക്കിൽ മാല ചന്ദ്രശേഖർ, രാജേന്ദ്ര കുലകർണി, TR മഹാലിംഗം. ഇവർക്ക് ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അതിന്റെ ആൻസർ ഫ്ലൂട്ട്. അപ്പൊ ഇത്രയും ഫാക്ടുകൾ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചോണം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരാസിയ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അതിന്റെ ആൻസർ ഫ്ലൂട്ടാ. ഫ്ലൂട്ടിന്റെ മറ്റൊരു പേരാണ് ബാൻസുരി, ബാംബു ഫ്ലൂട്ട്. ഓക്കെ, 1992 പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരാസിയക്ക് പത്മഭൂഷണം, 2000 പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരാസിയക്ക് പത്മവിഭൂഷണം ലഭിക്കുന്നു. ഇനി പൈനിയർ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഫ്ലൂട്ട് എന്നറിയപ്പെടുന്നത് അമൽ ജ്യോതി ഘോഷ്, ഈസ് ഓൾസോ നോൺ ആസ് പന്നലാൽ ഘോഷ്. സിക്കിൽ മാല ചന്ദ്രശേഖർ, രാജേന്ദ്ര കുലകർണി, TR മഹാലിംഗം. ഇവരെല്ലാം എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഫ്ലൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. Which of the following is the headquarters of ഐക്കർ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് എഡ്യൂക്കേഷൻ? ഐക്കറിന്റെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് എഡ്യൂക്കേഷൻ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മുംബൈയിലാണ് കേട്ടോ. ഐക്കറിന്റെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ ഫിഷറീസ് എഡ്യൂക്കേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മുംബൈയിലാണ്. ഈ ഐക്കറിന്റെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൈസ് റിസർച്ച് കേട്ടോ, ഐക്കറിന്റെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൈസ് റിസർച്ച്, ഐക്കറിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൈസ് റിസർച്ച് ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഡീഷയിലെ കട്ടക്കിലാണ്. നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ ബർത്ത് പ്ലേസും എവിടെയാണെന്ന് ക്വസ്റ്റ്യൻ വരും, അതും കട്ടക്കിലാണ് കേട്ടോ. സുഭാഷ് ചന്ദ്രബോസിന്റെ ബർത്ത് പ്ലേസ് എവിടെയാണ്? കട്ടക്കിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൈസ് റിസർച്ച്, ഐക്കറിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൈസ് റിസർച്ച് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടക്കിലാണ്. ഇനി ഈ ഐക്കറിന്റെ തന്നെ നാഷണൽ അല്ലെങ്കിൽ ഐക്കറിന്റെ തന്നെ ഷുഗർ കെയിൻ ബ്രീഡിംഗ് റിസർച്ച് സെന്റർ അല്ലെങ്കിൽ ഷുഗർ കെയിൻ ബ്രീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ, ഐക്കറിന്റെ ഷുഗർ കെയിൻ ബ്രീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലാണ്. ഓക്കെ, എവിടെയാണ്? തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലാണ് ഐക്കറിന്റെ ഷുഗർ കെയിൻ ബ്രീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിക്കുക. ഐക്കറിന്റെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ ഫിഷറീസ് എഡ്യൂക്കേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മുംബൈയിലാണ്. ഐക്കറിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൈസ് റിസർച്ച് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ കട്ടക്കിലാണ്. ഐക്കറിന്റെ ഷുഗർ കെയിൻ ബ്രീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലാണ്. ഐക്കറിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൈസ് റിസർച്ച് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടക്കില്. ഐക്കറിന്റെ ഷുഗർ കെയിൻ ബ്രീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ
തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലും ആണ്. ഓക്കെ, അത്രയും ക്വസ്റ്റ്യൻസ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, വാട്ട് ഇസ് ദ റൂട്ട് ലെങ്ത് ഓഫ് ഇന്ത്യൻ റെയിൽവേ ഇൻ 2019-20? 2019-20 എടുക്കുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ റൂട്ട് ലെങ്ത് എത്രയാണ്? 67,956 കിലോമീറ്റർ ആണ് കേട്ടോ. അപ്പോ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ റൂട്ട് ലെങ്ത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 67,956 കിലോമീറ്റർ ആണ്. 67,956 കിലോമീറ്റർ ആണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ റൂട്ട് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടു, സ്റ്റേറ്റ് ഹാസ് ലാർജസ്റ്റ് റെയിൽവേ ട്രാക്ക് ഇൻ ഇന്ത്യ കേട്ടോ. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കേട്ടോ. സ്റ്റേറ്റ് ഹാസ് ലാർജസ്റ്റ് റെയിൽവേ ട്രാക്ക് ഇൻ ഇന്ത്യ. സ്റ്റേറ്റ് ഹാസ് ലാർജസ്റ്റ് റെയിൽവേ ട്രാക്ക് ഇൻ ഇന്ത്യ. അതെവിടെയാണ്? ഉത്തർപ്രദേശിൽ. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് ഹാസ് ലാർജസ്റ്റ് റെയിൽവേ ട്രാക്ക് ഇൻ ഇന്ത്യ 2019-20 പ്രകാരം തന്നെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഉത്തർപ്രദേശിൽ. ഓക്കെ, സ്റ്റേറ്റ് ഹാസ് ലാർജസ്റ്റ് റെയിൽവേ ട്രാക്ക് ഇൻ ഇന്ത്യ 2019-20 പ്രകാരം എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നത് എന്നായിരുന്നു? അത് 1853-ലായിരുന്നു അല്ലെ? ഇന്ത്യൻ റെയിൽവേ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നത് 1853-ലായിരുന്നു. ഈ ടൈമിൽ വൈസ്രോയി ആരാണെന്ന് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആരായിരുന്നു? ലോർഡ് ഡൽഹൌസി ആയിരുന്നു. ഓക്കെ, ഈ ടൈമിൽ ആരായിരുന്നു? ലോർഡ് ഡൽഹൌസിയുടെ ടൈം പീരീഡിൽ, ലോർഡ് ഡൽഹൌസിയുടെ ടൈം പീരീഡിലാണ് ഇന്ത്യൻ റെയിൽവേ ഓപ്പൺ ചെയ്യുന്നത്. എന്നാണ്? 1853-ല്. ഓക്കെ, അപ്പൊ 1853-ല് ലോർഡ് ഡൽഹൌസിയുടെ ടൈം പീരീഡിലാണ് ഇന്ത്യൻ റെയിൽവേ ഓപ്പൺ ചെയ്യുന്നതും കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തേക്ക് പറയുന്നത്, which institution formed by Pandit Birju Maharaj focuses on imparting training in the field of Kathak and related discipline? പണ്ഡിറ്റ് ബിർജു മഹാരാജ് കഥക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തു. ഏതായിരുന്നു ആ ഇൻസ്റ്റിറ്റ്യൂട്ട്? അതിന്റെ പേരെന്ന് പറയുന്നത് കലാശ്രം എന്നാണ് കേട്ടോ. കലാശ്രം, ഇതാണ് കലാശ്രം. അപ്പൊ കലാശ്രം ഫോം ചെയ്തത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ പണ്ഡിറ്റ് ബിർജു മഹാരാജ് ആണ് കേട്ടോ. പണ്ഡിറ്റ് ബിർജു മഹാരാജ് കലാശ്രം ഫോം ചെയ്തത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1998-ൽ. പണ്ഡിറ്റ് ബിർജു മഹാരാജ് ഏത് ഡാൻസ് ഫോമായിട്ട് റിലേറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ കഥക് എന്നാണ്. കഥക് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ സ്റ്റോറി ടെല്ലിംഗ് എന്നാണ് കേട്ടോ. കഥക് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ സ്റ്റോറി ടെല്ലിംഗ് എന്നാണ്. ഓക്കെ, ഇനി ഈ കഥക് ഡാൻസ് ഫോമായിട്ട് റിലേറ്റ് ചെയ്ത ആളാണ് ആരെന്ന് പറയുന്നത്? ബിർജു മഹാരാജ് എന്ന് പറയുന്നത്. ഇനി ഈ ബിർജു മഹാരാജ് ഏത് ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യാൻ ചോദിക്കാം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ കൽക്കാ ബിന്ദാദിൻ ലക്നൗ ഘരാന കേട്ടോ. ബിർജു മഹാരാജ് ഏത് ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഏതാണ്? കൽക്കാ ബിന്ദാദിൻ ലക്നൗ ഘരാന. ഓക്കെ, ഇനി വീണ്ടും ഇവിടുന്ന് അറിയണം, ഈ ബിർജു മഹാരാജിന് നമ്മുടെ 2012-ല് നാഷണൽ ഫിലിം അവാർഡ് ലഭിക്കുന്നുണ്ട്. വിശ്വരൂപ എന്ന് പറയുന്ന മൂവിയുടെ കൊറിയോഗ്രാഫിക്കാണ്. വിശ്വരൂപ എന്ന് പറയുന്ന മൂവിയുടെ കൊറിയോഗ്രാഫിക്ക് 2012-ല് നാഷണൽ ഫിലിം അവാർഡും 2016-ല് ഫിലിം ഫെയർ അവാർഡും ലഭിക്കുന്നു. അത് ബാജിറാവോ മസ്താനി എന്ന് പറയുന്ന മൂവിയുടെ കൊറിയോഗ്രാഫിക്കാണ് കേട്ടോ. ഇത് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള, നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഓർക്കുക, ബിർജു മഹാരാജ് ഏത് ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൽക്കാ ബിന്ദാദിൻ ലക്നൗ ഘരാന 2012-ല് വിശ്വരൂപ എന്ന് പറയുന്ന മൂവിയുടെ കൊറിയോഗ്രാഫിക്ക് നാഷണൽ ഫിലിം അവാർഡും 2016-ല് ബാജിറാവോ മസ്താനി എന്ന് പറയുന്ന മൂവിയുടെ കൊറിയോഗ്രാഫിക്ക് ഫിലിം ഫെയർ അവാർഡും ആർക്ക് ലഭിക്കുന്നു? ബിർജു മഹാരാജിന് ലഭിക്കുന്നു. ഇത് കൂടാതെ 1964-ല് സംഗീത നാടക അക്കാദമി അവാർഡ് കേട്ടോ. 1964-ല് സംഗീത നാടക അക്കാദമി അവാർഡും 2016-ല് പത്മവിഭൂഷണും ലഭിക്കുന്നു. ഓക്കെ, 1964-ല് സംഗീത നാടക അക്കാദമി അവാർഡും 2016-ല് പത്മവിഭൂഷണും ആർക്ക് ലഭിക്കുന്നു? ബിർജു മഹാരാജിന് ലഭിക്കുന്നു. അപ്പൊ ഇങ്ങനെ ആലോചിച്ചോളുക, ബിർജു മഹാരാജ് ഏത് ഡാൻസ് ഫോമായിട്ട് റിലേറ്റ് ചെയ്ത് അതിന് ആൻസർ കഥക്. ഏത് ഘരാനയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൽക്കാ ബിന്ദാദിൻ ലക്നൗ ഘരാന. 2012-ല് വിശ്വരൂപ എന്ന് പറയുന്ന മൂവിയുടെ കൊറിയോഗ്രാഫിക്ക് നാഷണൽ ഫിലിം അവാർഡും 2016-ല് ബാജിറാവോ മസ്താനി എന്ന് പറയുന്ന മൂവിയുടെ കൊറിയോഗ്രാഫിക്ക് ഫിലിം ഫെയർ അവാർഡും ലഭിക്കുന്നു. 1964-ല് സംഗീത നാടക അക്കാദമി അവാർഡും 2016-ല് പത്മവിഭൂഷണും ആർക്ക് ലഭിക്കുന്നു? ബിർജു മഹാരാജ് ലഭിക്കുന്നു. ബിർജു മഹാരാജ് കലാശ്രമം ഫോം ചെയ്തു എന്ന് 1998-ൽ.
ക്വസ്റ്റ്യൻ, സെൻസസ് ഇൻ ഇന്ത്യ. നമ്മൾ ഒരുപാട് വട്ടം ഒരുപാട് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നെയാണ് 2011 സെൻസസിന്റെ കാര്യം. ഓക്കെ, അപ്പോ സെൻസസ് ഇൻ ഇന്ത്യ ഈസ് കണ്ടക്ടഡ് വൺസ് ഇൻ 10 years. 10 വർഷത്തിൽ ഒരിക്കലാണ് സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത്. അണ്ടർ ദ ലീഗൽ അതോറിറ്റി ഓഫ് സെൻസസ് ആക്ട്. ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ കഴിഞ്ഞ ഐ തിങ്ക് ഫേസ് 13 എക്സാമിന് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഏത് സെൻസസ് ആക്ട് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസസ് ആക്ട് ഓഫ് 1940. ഇത് 2026 അഗൈൻ റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, 1948 സെൻസസ് ആക്ട് ആണെന്ന് കൂടി അറിയുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ഹൈലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഏതാ? ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ലീസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഏതാ? സിക്കിം. സിക്കിമിന്റെ പോപ്പുലേഷൻ എത്രയാണെന്ന് ക്വസ്റ്റ്യൻ വന്നേട്ടോ. എത്രയാ? 6.07 ലാക്ക്. ഇതൊന്നും മറന്നുപോലെ. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ഹൈലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശ്, ലീസ്റ്റ് പോപ്പുലേറ്റഡ് എന്ന് പറയുന്നത് സിക്കിമാ. സിക്കിമിന്റെ പോപ്പുലേഷൻ അറിയണം, 6.07 ലാക്ക്. പോപ്പുലേഷൻ ഡെൻസിറ്റി 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ഹൈലി പോപ്പുലേറ്റഡ് ഡെൻസിറ്റി ഉള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബീഹാർ ആണ്. ബീഹാറിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1106 persons per square kilometer. ഓക്കെ, സ്ക്വയർ കിലോമീറ്റർ. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ എത്ര പേര് താമസിക്കുന്നു, അതാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. 2011 സെൻസസ് പ്രകാരം പോപ്പുലേഷൻ ഡെൻസിറ്റി ഹൈയസ്റ്റ് ആയിട്ടുള്ളത് ബീഹാർ. ബീഹാറിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1106 persons per square kilometer. പോപ്പുലേഷൻ ഡെൻസിറ്റി ലോവസ്റ്റ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശിൽ. അരുണാചൽ പ്രദേശിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയാ? 17 persons per square kilometer കൂടി ആണ്. ഓക്കെ, അപ്പോൾ 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഹൈലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശും ലീസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സിക്കിമും. സിക്കിമിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 6.07 ലാക്ക് ആണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി ഹൈയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബീഹാർ, 1106 persons per square kilometer. പോപ്പുലേഷൻ ഡെൻസിറ്റി ലോവസ്റ്റ് എവിടെയാണ്? അരുണാചൽ പ്രദേശിൽ. എത്രയാ? only 17 persons per square kilometer. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കേ. Who among the following deities is the traditional dance of Karnataka Dollu Kunida associated? അപ്പോൾ നമ്മുടെ എക്സാമിന് മുന്നേ ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി വന്നിട്ടുണ്ട്. ദൊല്ലു കുനിത എന്ന് പറയുന്ന ഡാൻസ് ഫോം ഏത് സ്റ്റേറ്റ് ആണ്? ഏത് സ്റ്റേറ്റ് ആണ്? കർണാടക. ഇത് ഏത് ഡൈറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്? അതിന് ആൻസർ ലോർഡ് ശിവയാണ്. കേട്ടോ, ഏതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ലോർഡ് ശിവയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പൊ ദൊല്ലു കുനിത എന്ന് പറയുന്ന ഡാൻസ് ഫോം എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ കർണാടക. യക്ഷഗാന എവിടെയാണെന്ന് ചോദിക്കും കേട്ടോ. എവിടെയാണ്? കർണാടകയാണ്. അതുപോലെ തന്നെ ഭൂട്ടാടകോല, ഓക്കെ പഠിച്ചോണേ. ഭൂട്ടാടകോല, അതുപോലെ തന്നെ ബൊലാക് ആർട്ട്, ഇതൊക്കെ എവിടെയാണ്? കർണാടകയിൽ തന്നെയാണ്. അതുപോലെ തന്നെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഡാൻസ് ആണ് വീരഗാസി. കേട്ടോ, അപ്പൊ യക്ഷഗാന, ഭൂട്ടാടകോല, ബൊലാക് ആർട്ട്, വീരഗസി, ഹുട്ടാരി, ഇതൊക്കെ എവിടെയാണ്? കർണാടകയിലെ ഡാൻസ് ഫോം ആണ്. അപ്പൊ ദൊല്ലു കുനിത എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടക. ദൊല്ലു കുനിത ശരിക്കും ഏത് ഡൈറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോർഡ് ശിവ. യക്ഷഗാന, ഭൂട്ടാടകോല, ബൊലാക് ആർട്ട്, വീരഗസി, ഹുട്ടാരി എവിടെയാണ്? കർണാടക. കേട്ടോ, യക്ഷഗാന, ഭൂട്ടാടകോല, ബൊലാക് ആർട്ട്, വീരഗസി, ഹുട്ടാരി എവിടെയാണ്? കർണാടകയിൽ. ഓക്കെ, അടുത്തത് which global event in 1992 popularized sustainable development? അപ്പോൾ 1992 നടന്ന താഴെ പറയുന്നവയിൽ ഏത് ഇവന്റ് ആണെന്നുള്ളത് അറിയണം. 1992 നടന്ന ഇവന്റ് ആണ് റിയോ എർത്ത് സമ്മിറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ, കേട്ടോ, ഇതിന്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് അതുകൂടി ഒന്ന് നോട്ട് ചെയ്തോളുക. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ എങ്ങനെയാണ്? 1992 റിയോ എർത്ത് സമ്മിറ്റ്. അതിന്റെ ഒഫീഷ്യൽ നെയിം ആണ് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. റിയോ എർത്ത് സമ്മിറ്റ് 1992 അതിന്റെ ഒഫീഷ്യൽ നെയിം ആണ് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. മോൺട്രിയൽ പ്രോട്ടോകോൾ 1987 ക്യോട്ടോ പ്രോട്ടോകോൾ ആണെങ്കിൽ അത് 1997. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ ഓസോൺ ലെയറിന്റെ പ്രൊട്ടക്ഷൻ,
2015 ഇതൊരു ഇന്റർനാഷണൽ ട്രീറ്റി ആണ് ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ 4 കാര്യങ്ങൾ എന്ത് ചെയ്യണം? പ്രോപ്പർലി അറിഞ്ഞിരിക്കണം. 1992 നടന്ന ഇവന്റ് ആണ് റിയോ എർത്ത് സബ്മിറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒഫീഷ്യൽ നെയിം കൂടി അറിയുക, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. കേട്ടോ, എന്താണ്? യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. മോൺട്രിയൽ പ്രോട്ടോകോൾ 1987 ഓസോൺ ലെയറിന്റെ പ്രൊട്ടക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. 1997 ക്യോട്ടോ പ്രോട്ടോകോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ റെഡ്യൂസ് ചെയ്യുന്നു. പാരീസ് അഗ്രിമെന്റ് 2015 ഇന്റർനാഷണൽ ട്രീറ്റി ആണ് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്ത ഇന്റർനാഷണൽ ട്രീറ്റി. ഓക്കെ ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ SSCയുടെ കോഴ്സിന്റെ കാര്യം പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ RRB പ്രീമിയം ബാച്ചസും അവൈലബിൾ ആണ്. നമ്മുടെ വരാൻ പോകുന്ന റെയിൽവേയുടെ എക്സാമുകൾക്ക്, അത് ALPയുടെ എക്സാം, ജൂനിയർ എഞ്ചിനീയറിംഗ് എക്സാം, അതുപോലെ തന്നെ നമ്മുടെ NTPC ഗ്രാജുവേറ്റ്, അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം, ഇതുപോലെ വരാനിരിക്കുന്ന RRB എക്സാമുകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ RRB ഓൺലൈൻ കോഴ്സസും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ 2 നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കേട്ടോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും അഗൈൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഉസ്താദ് അഹമ്മദ് ലഹോറി is renowned as the chief architect of which UNESCO World Heritage Site? ഏത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ ചീഫ് ആർക്കിടെക്റ്റ് ആണ് നമ്മുടെ ഉസ്താദ് അഹമ്മദ് ലഹോറി എന്ന് പറയുന്നത്? അപ്പോൾ ഉസ്താദ് അഹമ്മദ് ലഹോറി എന്ന് പറയുന്നത് ആഗ്രയിലുള്ള താജ്മഹലിന്റെ ചീഫ് ആർക്കിടെക്റ്റ് ആണ്. ആഗ്രയിലുള്ള താജ്മഹലിന്റെ ചീഫ് ആർക്കിടെക്റ്റ് ആണ് ഉസ്താദ് അഹമ്മദ് ലഹോറി എന്ന് പറയുന്നത്. അപ്പൊ താജ്മഹൽ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആഗ്രയിൽ. ഓക്കെ, ഇതിന്റെ ചീഫ് ആർക്കിടെക്റ്റ് ആരാണ്? ഉസ്താദ് അഹമ്മദ് ലഹോറി. ഇയാളെ അസിസ്റ്റ് ചെയ്ത ആളാണ് ആരെന്ന് പറയുന്നത്? ഉസ്താദ് ഇസ എന്ന് പറയുന്നത്. താജ്മഹലുമായിട്ട് റിലേറ്റ് ചെയ്ത എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ഫാക്റ്റുകൾ ഉണ്ട്. 1632 കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, 1648 എൻഡ് ചെയ്തു. പക്ഷേ ഈ 1648 ഈ ഒരു ടോംബിന്റെ കൺസ്ട്രക്ഷൻ മാത്രമാണ് കംപ്ലീറ്റ് ആയത്. ഇറ്റ് ഈസ് ഫൈനലൈസ്ഡ് ഇൻ ദ ഇയർ 1653. ഇനി 2 രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. താജ്മഹലിന്റെ കൺസ്ട്രക്ഷൻ ബിഗിൻ ചെയ്ത പീരീഡ് എന്താണെന്ന് ക്വസ്റ്റ്യൻ വന്നു. ആൻസർ 1632. 1632 സ്റ്റാർട്ട് ചെയ്തു, 1648 എൻഡ് ചെയ്യുന്ന മോണുമെന്റ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. അതിന് ആൻസർ താജ്മഹൽ. ഓക്കെ, അപ്പോൾ താജ്മഹലിന്റെ കൺസ്ട്രക്ഷൻ ബിഗിൻ ചെയ്ത പീരീഡ് 1632, 1632 സ്റ്റാർട്ട് ചെയ്ത് 1648 എൻഡ് ചെയ്യുന്ന മോണുമെന്റ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. അത് താജ്മഹലാണ്. ഓക്കെ, ഇനി ഈ താജ്മഹലിന്റെ ആർക്കിടെക്റ്റ് പറഞ്ഞു ആരാണ്? ഉസ്താദ് അഹമ്മദ് ലഹോറി. അയാളെ അസിസ്റ്റ് ചെയ്ത ആളായിരുന്നു ഉസ്താദ് ഇസ എന്ന് പറഞ്ഞു. താജ്മഹൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻലേ ടെക്നിക് ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കേട്ടോ, താജ്മഹൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻലേ ടെക്നിക് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ പിയട്ര ഡ്യൂറ. ഈ സെയിം ഇൻലേ ടെക്നിക് യൂസ് ചെയ്ത മറ്റൊരു മോണുമെന്റ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. അത് ടോംബ് ഓഫ് ഇദിമത് ഉദ്ദൗള. കേട്ടോ, ടോംബ് ഓഫ് ഇദിമത് ഉദ്ദൗള. നമ്മുടെ ജഹാംഗീറിന്റെ ഫാദറിംഗ് ലോയാണ് ആരെന്ന് പറയുന്നത്? ഇദിമത് ഉദ്ദൗള എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇദിമത് ഉദ്ദൗളയുടെ ടോംബും ഏത് ഇൻലേ ടെക്നിക്ക് തന്നെയാ? പിയട്ര ഡ്യൂറയിൽ തന്നെയാണ്. ഇനി കഴിഞ്ഞില്ല, എഗൈൻ ക്വസ്റ്റ്യൻ വന്നു. ഈ താജ്മഹലിന്റെ ആർക്കിടെക്ചറൽ സ്റ്റൈല് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ചർബാഗ് സ്റ്റൈലാണ്. കേട്ടോ, താജ്മഹലിന്റെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ചർബാഗ് സ്റ്റൈല്. ചർബാഗ് സ്റ്റൈല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മുഗൾ റൂളർ ആയിട്ടുള്ള ബാബറാണ്. ഓക്കെ, അപ്പോ ചർബാഗ് സ്റ്റൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മുഗൾ റൂളർ ആയിട്ടുള്ള ബാബർ ആണെന്നുകൂടി അറിയുക. അപ്പൊ ചർബാഗ് സ്റ്റൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മുഗൾ റൂളർ ആയിട്ടുള്ള ബാബറാണ്. അതും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ചർബാഗ് സ്റ്റൈലാണ് നമ്മുടെ താജ്മഹലിന്റെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് മറ്റൊരു ക്വസ്റ്റ്യൻ. താജ് മഹോത്സവ് സെലിബ്രേറ്റ് ചെയ്യുന്നത് താജ്മഹലിന്റെ ഏത് ഗേറ്റിന് ഫ്രണ്ടിലാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. താജ് മഹോത്സവ് സെലിബ്രേറ്റ് ചെയ്യുന്നത് താജ്മഹലിന്റെ ഏത് ഗേറ്റിന് ഫ്രണ്ടിലാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. അത് ഈസ്റ്റേൺ ഗേറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് അറിയുക? താജ്മഹലുമായിട്ട് റിലേറ്റ് ചെയ്ത് അറിയുക. അവിടെ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. താജ്മഹലിന് കൺസ്ട്രക്ഷൻ ബിഗിൻ ചെയ്യുന്നത് 1632, കംപ്ലീറ്റ് ആവുന്നത് 1648. താജ്മഹലിന്റെ ആർക്കിടെക്ട് എന്ന് പറയുന്നത് ഉസ്താദ് അഹമ്മദ് ലഹോറി. താജ്മഹലിന്റെ ആർക്കിടെക്ട് ചീഫ് ആർക്കിടെക്ട് ആണ് ഉസ്താദ് അഹമ്മദ് ലഹോറി. അയാളെ അസിസ്റ്റ് ചെയ്ത ആളായിരുന്നു ഉസ്താദ് ഇസ. താജ്മഹൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻലേ ടെക്നിക് ആണ് പിയട്ര ഡ്യൂറ. ഈ ഇൻലേ ടെക്നിക്കിന്റെ മറ്റൊരു എക്സാമ്പിൾ ആണ് ടോംബ് ഓഫ് ഇദിമത് ഉദ്ദൗള എന്ന് പറയുന്നത്. താജ്മഹലിന്റെ ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് ചർബാഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബാബറാണ്. താജ് മഹോത്സവ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഗേറ്റിന് ഫ്രണ്ടിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റേൺ ഗേറ്റ്.
അപ്പോൾ ഉസ്താദ് അഹമ്മദ് ലഹോറി താജ്മഹലിന്റെ ആർക്കിടെക്ട് ആണെന്ന് അറിയുക. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കാലോ. ഈ താജ്മഹലിനെ നമ്മുടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ഫ്യൂച്ചറിലേക്ക് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നതിന് വേണ്ടി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്ത വർഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1983 ആണെന്നുകൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിച്ചാ. നമ്മുടെ 2026 നടന്ന NTPC ഗ്രാജുവേറ്റ് എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ എഗെയിൻ റിപ്പീറ്റ് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതുമാണ്. അതായത് നമ്മുടെ തമിഴിനെ ക്ലാസിക്കൽ ലാംഗ്വേജ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്ന വർഷം എന്നാണ്, അല്ലെങ്കിൽ തമിഴിന് ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് ലഭിക്കുന്ന വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2004 അപ്പോ ക്ലാസിക്കൽ ലാംഗ്വേജസ് ഏതൊക്കെയാ? നമ്മുടെ തമിഴുണ്ട്, അതുപോലെ തന്നെ സാൻസ്ക്രിറ്റ് ഉണ്ട് അല്ലെ, തമിഴുണ്ട്, സാൻസ്ക്രിറ്റ് ഉണ്ട്, അതുപോലെ കന്നഡ ഉണ്ട്. തമിഴുണ്ട്, സാൻസ്ക്രിറ്റ് ഉണ്ട്, കന്നഡ ഉണ്ട്, തെലുങ്കുണ്ട്, മലയാളമുണ്ട്, അതുപോലെ തന്നെ ഒഡിയയുണ്ട്. ഓക്കെ, തമിഴ്, സാൻസ്ക്രിറ്റ്, കന്നഡ, തെലുങ്ക്, മലയാളം, അതുപോലെ തന്നെ ഒഡിയ. ഓക്കെ, അപ്പൊ തമിഴിനെ ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റാറ്റസ് ലഭിക്കുന്നത് 2004 സാൻസ്ക്രിറ്റ് ആണെങ്കിൽ 2005 കന്നഡയും തെലുങ്കും ആണെങ്കിൽ 2008 മലയാളം ആണെങ്കിൽ 2013 ഒഡിയ ആണെങ്കിൽ 2014. അപ്പൊ ഓർക്കുക, 2024 ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് ലഭിക്കുന്ന ലാംഗ്വേജ് ആണ് ഏതൊക്കെയെന്ന് അറിയാമോ? നമ്മുടെ മറാത്തി. ഓക്കെ, ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്കുക, മറാത്തി, അതുപോലെ തന്നെ നമ്മുടെ പാലി, അതുപോലെ തന്നെ പ്രാകൃത്, ആസാമീസ്, അതുപോലെ തന്നെ ബംഗാൾ. ഓക്കെ, അപ്പൊ അത്തരത്തിൽ 11 ലാംഗ്വേജിനാണ്, ടോട്ടൽ 11 ലാംഗ്വേജിനാണ് ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഈ വർഷങ്ങൾ പ്രോപ്പർലി അറിയുക. 2004 ആണെങ്കിൽ തമിഴിന്റെ ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് ലഭിക്കുന്നു. 2005 ആണെങ്കിൽ സാൻസ്ക്രിറ്റ്, 2008 കന്നഡയും തെലുങ്കും, 2013 മലയാളം, 2014 ഒഡിയ. 2024 ഒരു 5 ലാംഗ്വേജസിന് ഒരുമിച്ച് ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് ലഭിക്കുകയാണ്. അത് ഏതൊക്കെ ലാംഗ്വേജ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറാത്തി, ആസാമീസ്, ബംഗാളി, പാലി ആൻഡ് പ്രാകൃത്. ഇത് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഓക്കെ ആണോ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റഡ് പറഞ്ഞ ഓരോ ഫാക്ടറും അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതെല്ലാം എന്ത് ചെയ്യുക? കംപ്ലീറ്റ്ലി പഠിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.